സോ ഇതാണ് ബോട്ടിന്റെ ഗെയിമിംഗ് സീരീസിലുള്ള പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള Immortal 141 RGB ഗെയിമിംഗ് TWS. ഒരു റിംഗ് ഷേപ്പിലാണ് നമ്മുടെ RGB ലൈറ്റിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു TWSന്റെ ഫീച്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ആണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലത്തെ കൂളായിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോസിനായിട്ട് ഇപ്പൊ തന്നെ മസ്റ്റ് ബി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഫസ്റ്റ് ആയിട്ട് പ്രൊഡക്റ്റിന്റെ ബോക്സ് ക്വിക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് യൂസർ മാനുവൽ, എക്സ്ട്രാ ഇയർ ടിപ്സ് ആൻഡ് ചാർജിംഗ് കേബിൾ ആൻഡ് ദെൻ ഇതാണ് നമ്മുടെ TWSന്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഒരു സർക്കുലർ ഷേപ്പിലാണ് നമ്മുടെ TWSന്റെ കേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. RGB ലൈറ്റിംഗിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു റിംഗ് ഷേപ്പിലാണ് ഒരു ലൈറ്റിംഗ് വന്നിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ടിലായിട്ട് ഗ്ലോസി പ്ലാസ്റ്റിക്കും ബാക്കിൽ മാറ്റ് ഫിനിഷും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിസൈനിലാണ് നമ്മുടെ TWS പ്രൊവൈഡ് ചെയ്യുന്നത്. ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് ഈ ഒരു TWS കിട്ടുന്നുണ്ട്. സോ ഫൈനലി ഇതാണ് നമ്മുടെ TWSന്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. TWS ഫുള്ളും മാറ്റ് ഫിനിഷിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒരു RGB ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവറോൾ നോക്കുന്ന സമയത്ത് നല്ലൊരു കൂളായിട്ടുള്ള ഡിസൈനിലാണ് നമ്മുടെ TWS പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ TWSനകത്ത് 10mm ഡുവൽ ഡ്രൈവേഴ്സ് ആണ് സൗണ്ട് ക്വാളിറ്റിക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ബോട്ടിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള സൗണ്ട് ഈ ഒരു TWSനകത്ത് അവൈലബിൾ ആണ്. സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു മെയിൻ ആയിട്ടും ഗെയിമിംഗ് TWS ആയതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റിക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അത്യാവശ്യം നോർമൽ ലെവലുള്ള അതല്ലെങ്കിൽ ബേസിക് ലെവലുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിന് ലഭിക്കുന്നത്. ബേസിന്റെ കാര്യത്തിലായാലും വോക്കൽസിന്റെ കാര്യത്തിലായാലും അത്യാവശ്യം മിനിമൽ ലെവലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അത്യാവശ്യം നല്ലൊരു ലൗഡ്നെസ് ഈ ഒരു സൗണ്ട് ക്വാളിറ്റിയിൽ നിന്ന് വരുന്നുണ്ട്. ഓവറോൾ സൗണ്ട് ക്വാളിറ്റിക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം ബേസിക് ലെവലുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു TWS ലഭിക്കുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു TWSനകത്ത് ബ്ലൂടൂത്തിന്റെ 5.3 വെർഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി ആണ് വന്നിട്ടുള്ളത്. എനിക്ക് യാതൊരു ഇഷ്യൂസും വന്നിട്ടില്ല. അതുപോലെ IWP ടെക്നോളജിയാണ്, അതായത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണോട്ട് ഓൾറെഡി കണക്റ്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കണക്ട് ആകും. സോ നെക്സ്റ്റ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്ന മൈക്രോഫോൺ ക്വാളിറ്റിയാണ്. ക്വാഡ് മൈക്ക് സെറ്റപ്പ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ENX ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന മൈക്രോഫോൺ ആണ് കൊടുത്തിട്ടുള്ളത്. മൈക്ക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് ഈ TWS പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ലൗഡ് ആയിട്ടുള്ള സൗണ്ട് ആണ് ലഭിക്കുന്നത്. അതുപോലെ ചെറിയ ചെറിയ നോയ്സ് ഉണ്ടെങ്കിൽ പോലും അത് കോൾസിനെ ഒട്ടും തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഹെവി ആയിട്ടുള്ള യൂസിനൊന്നും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യത്തില്ല. സോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു TWS ഇയർബഡ്സിനകത്ത് ആക്യുറേറ്റ് ആയിട്ടുള്ള ടച്ച് കൺട്രോൾ പാനൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടച്ച് കൺട്രോൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മ്യൂസിക് പ്ലേ അല്ലെങ്കിൽ പോസ് ചെയ്യുക, കോൾസ് ഒക്കെ അക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക, അതുപോലെ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകുക, വോയിസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്യുക എന്നീ ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഗെയിമിംഗ് മോഡാണ്. 40ms സൂപ്പർ ലോ ലേറ്റൻസി മോഡാണ് ഈ ഒരു TWSനകത്ത് ഗെയിമിംഗ് മോഡായിട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് മോഡാണ് ഈ TWSനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ലേറ്റൻസി കുറച്ച്, അതുപോലെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ 360 ഡിഗ്രി ഉള്ള സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഈ TWS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവറോൾ നോക്കുന്ന സമയത്ത് ഗെയിമിംഗ് ആയിട്ട് അത്യാവശ്യം നല്ലൊരു റെക്കമെൻഡേഷൻ തന്നെയാണ് TWS. സോ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള TWSനകത്ത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു TWS നമ്മൾ സിംഗിൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ് ടു 4 hours പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നതാണ്. അതല്ലാതെ ഓവറോൾ കേസ് ഫുൾ ആയിട്ട് ടോട്ടൽ പ്ലേ ബാക്ക് ടൈം ആയിട്ട് 40 hours പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള TWSന്റെ പ്രൈസിംഗ് ആണ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. 2 കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 1499 രൂപയ്ക്കാണ് ഓൺലൈൻ മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓവറോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം നല്ലൊരു TWS തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സൗണ്ട് ക്വാളിറ്റി ആയാലും ഗെയിമിംഗ്, അതുപോലെ ബാറ്ററി ബാക്കപ്പ്, നല്ലൊരു മൈക്ക് ക്വാളിറ്റി ഒക്കെ ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന TWS തന്നെയാണ് Immortal 141. സോ ഫൈനലി ഇതൊക്കെയാണ് നമ്മുടെ ബോട്ടിന്റെ Immortal 141 RGB ഗെയിമിംഗ് TWSന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതുപോലത്തെ ക്ലോസ്കി വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.